കാടിനുള്ളിൽ നല്ല കിണ്ണം കാച്ചി ചിക്കൻ 65 കിട്ടുന്ന സ്ഥലം അറിയും. ഇന്നൊരു ചെറിയ യാത്ര പോവാണ്. ചുരത്തമ്മിലുള്ള ബ്ലോക്ക് കണ്ടാൽ തന്നെ അറിയാം മക്കളെ നമ്മുടെ താമരശ്ശേരി ചുരാണ്. ഇന്നത്തെ യാത്രയിൽ മൂത്തച്ഛനും മൂത്തച്ഛിയും വൈഫും മക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരേ ഒരു മൂത്തച്ഛൻ കാസിക്ക. നല്ല ബ്ലോക്ക് ഉണ്ടെങ്കിലും മൂപ്പരെ കഴിവുകൊണ്ട് സംഗതി പെട്ടെന്ന് തന്നെ മേലെ എത്തിട്ടോ. ഡ്രൈവിംഗിൽ ആളൊരു പുലിയാണ് മക്കളെ, പുലിയാണ്. പോയി ഞങ്ങൾ വയനാട് മുത്തങ്ങ ചെക്ക് പോസ്റ്റിലെത്തി. നമ്മുടെ എമിയുടെ ആദ്യ ട്രിപ്പാണ്. എന്താ കാട്ടേണ്ടി തന്നെ ഓക്കെന്നെ അറിയില്ല, അത്രയും സന്തോഷത്തിലാണ് ആൾ കേട്ടോ. ഇവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഉച്ച ആവാനായി തുടങ്ങി. പിന്നെ അങ്ങോട്ട് കാടാണ്, ഫുഡൊന്നും കിട്ടൂല. അതുകൊണ്ട് നേരത്തെ ഫുഡ് കഴിച്ച് പോവാന്ന് വിചാരിച്ചു. ഫുഡിന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷ ഒന്നും വെക്കേണ്ട. ബിരിയാണിയും ചിക്കൻ 65ഉം പൊറോട്ടയും എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഫുഡിന്റെ കാര്യത്തിൽ നമ്മുടെ കാസിക്ക് അത്ര ഒരു സെറ്റപ്പ് അല്ല കേട്ടോ. യാത്രയാണ് ആൾക്ക് മെയിൻ ഇഷ്ടം. ഏതായാലും ഇവിടുന്ന് ഞെട്ടിച്ച് കളഞ്ഞൊരു സംഭവമാണ് ഈ കാണുന്ന ചിക്കൻ 65. നല്ല കിണ്ണം കാച്ച് കിറുമാണിട്ടതിന് ആ പൊറോട്ടയും കൂട്ടി അടിക്കാൻ വേറെ ലെവലായിരുന്നു. മുത്തങ്ങ ചെക്ക് പോസ്റ്റ് വഴി പോവുകയാണെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഹോട്ടൽ ഹിബയാണ് പേര് കേട്ടോ. ഫുഡ് കഴിച്ച് അവിടുന്ന് ഇറങ്ങി കുട്ടികൾക്ക് വലിയ സന്തോഷത്തിലാണ് കാട്ടിൽ കയറുന്നതുകൊണ്ട് എന്റെ ഗ്ലാസ് എടുത്ത് എമിക്കൊക്കെ വെച്ചെടുത്ത് ഓക്ക് അതൊന്നും പറ്റണില്ല മക്കൾ. അങ്ങനെ ഇനി നേരെ നമ്മൾ കാട്ടിലോട്ട്. നമ്മുടെ സഞ്ചാരികൾക്ക് ഇന്നും ഇഷ്ടപ്പെട്ട ഒരു റൂട്ടാണ് മുത്തങ്ങ, ബന്ദിപ്പൂര്, ഗുണ്ടൽപേട്ട്, മസിനുകുടി റൂട്ടൊക്കെ. ഞങ്ങൾ ആ കയറിയ സമയത്ത് നന്നായിട്ട് ആനകളൊക്കെ കണ്ടു. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കടുവനെ വരെ ഇവിടുന്ന് കാണാം. സത്യം പറയുകയാണെങ്കിൽ ഈ റൂട്ടിലൂടെ പോകുമ്പോൾ ഒരു സമാധാനമാണ്. ഓൾറെഡി ഇവിടുത്തെ റോഡൊക്കെ അടിപൊളിയായിരുന്നു. വീണ്ടും ഒന്നുകൂടെ ഉഷാറാക്കാൻ വേണ്ടി സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും കാട് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എത്തിയത് ഗുണ്ടൽപേട്ടിലാണ്. ഇവിടെ എത്തിയാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും സൂര്യകാന്തി. ഇപ്പൊ സീസണൊന്നല്ല, അവിടെ ഇവിടെ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നമ്മുടെ എമിനെ സൂര്യകാന്തിക്ക് കാണിച്ചു. ബന്ദിപ്പൂരിലെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണട്ടോ.